ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ റോസ് ഞാൻ റോസ് ക്രീം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ ചുച്ചുക്കുട്ടിയെ പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഇത് വന്നിട്ട് നമ്മുടെ തേങ്ങ പൊങ്ങെന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാം കേട്ടോ, അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം വീഡിയോ എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് അലോവേര ജെൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ അലോവേര ഇവിടുന്ന് വാങ്ങിച്ചു. നമ്മുടെ വീട്ടിലുള്ളത് പറിച്ച കുറച്ച് കുഞ്ഞതാണ്, അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് നമ്മൾ ഇന്ന് ഇഡ്ഡലി രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നറിയോ? ഇതിൽ വന്നിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ പൊരിക്കില്ലേ, അതേപോലെ നമ്മൾ ഉപ്പും മുളക് കുറച്ച് കോൺഫ്ലവർ പൊടി പിന്നെ കുറച്ച് അരിപ്പൊടി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി പീസാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് മുക്കി എണ്ണയിലിട്ട് പൊരിക്കുന്നതാണ്. നമ്മൾ രാവിലെ ഇഡ്ഡലി ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഡ്ഡലി ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ വേഗം കഴിച്ചോളും. എനിക്കൊന്നും ഇഡ്ഡലി ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാനും കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ ഇല്ലാതെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത്. അതിൽ ഫുള്ളായിട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ബ്യൂട്ടി ചാനലിലോട്ട് ഇടാൻ അലോവേര ജെല്ല് ഹോം മെയ്ഡ് നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൽ ഫുള്ളായിട്ടല്ല കാണിക്കുന്നത്, ഇന്ന് ഉണ്ടാക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ സ്വീറ്റ് കോണൊക്കെ ഇല്ലേ, അതേപോലെ ഈ ബേബി കോൺ ഉണ്ടാവും. എല്ലാവർക്കും അറിയുമെന്നുള്ള അറിയില്ല, ബേബി കോൺ ഉണ്ടാവും. അത് നമ്മൾ ഇന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ കിട്ടുന്ന പോലെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ക്യാപ്സിക്കം പൊരിച്ചതാണ്. നമ്മളിവിടെ ക്യാപ്സിക്കം ഇങ്ങനെ പൊരിച്ച് കഴിക്കാറുണ്ട്, നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി കോണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. മിക്ക ആൾക്കാരും ഇതൊന്നും വാങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നല്ലതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് പുറത്തുനിന്ന് നോക്കിയതാണ് ചുച്ചുക്കുട്ടി എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഷഫാൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോനെ വന്ന് നോക്കി, ഉമ്മ മോനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലോട്ട് കയറിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ്, മുട്ട ഉണ്ടാക്കുന്നത്. ഇത് വന്നിട്ട് നമ്മളെ സഹായിക്കുന്ന താത്തയാണ്. ബാക്കി ഉള്ളി അരിയുന്ന കാര്യം എല്ലാം അവർ ചെയ്തു തരും, ബാക്കി ഉണ്ടാക്കുന്ന പണി മാത്രമാണ് എൻ്റെ കേട്ടോ. ഇതിപ്പോൾ ഈ ബേബി കോണിൽ ഞാനിപ്പോൾ ഫസ്റ്റ് കൈ പിടിച്ചത് കുറച്ചൊന്ന് മൂത്തതാണ്, അത്രയ്ക്ക് മൂക്കാൻ പാടില്ല. കുറച്ച് നന്നായിട്ട് കുഞ്ഞ പീസസ് ചെറുതായിരിക്കണം, എങ്കിലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിയ അലോവേര ജെല്ലുണ്ടാക്കേണ്ട അലോവേര അതാണ്. അപ്പോൾ ഞാനിത് ഈ നമ്മുടെ ബേബി കോണൊക്കെ താത്ത ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ കുഞ്ഞതാക്കി കട്ട് ചെയ്ത് വെച്ചു. നല്ല കുഞ്ഞതാക്കി കട്ട് ചെയ്യാം കേട്ടോ. ഇനി അത് ഒന്ന് വേവിക്കാനിടാം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുക. ആ വെള്ളം നമുക്ക് കളയേണ്ടത് ആവശ്യമുണ്ട്. എന്നിട്ടൊരു പാനിലോട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഈ മെൽറ്റായ ബട്ടറിലോട്ട് നമുക്ക് 2 ടീസ്പൂണോളം മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ്. ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. ഒന്നിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ ഒരു കട്ടയായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ ലാസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് ആറാനായിട്ട് വെക്കാം. എന്നിട്ട് അതേ പാത്രം തന്നെ നമുക്ക് കഴുകിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിലേക്ക് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നുപോയിട്ട് ഉള്ളി ഇട്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഉള്ളി ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം എല്ലാറ്റിലും ഇട്ടാൽ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. നമുക്ക് ഗ്യാസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മിക്ക സാധനത്തിലും ഈ ജീരകം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലാവുമ്പോൾ നമ്മുടെ ചെടിയിലുണ്ടാവും, അതാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയിൽ ഞാൻ അലോവേര ജെല്ല് ഉണ്ടാക്കുന്ന പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് വരുന്ന ഈ വെള്ളം നമ്മൾ മിക്സ് ആക്കുമ്പോഴാണ് ചിലർക്ക് അലർജി ആയിട്ട് വരുന്നത്. അത് നമ്മൾ എന്തായാലും കളയണം. അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഉള്ളി അത്യാവശ്യം വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെള്ളവും കുറച്ച് ആ കോണും കൂടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി കോൺഫ്ലവർ മിക്സ് ആക്കുക. എന്നിട്ട് ആ കോൺഫ്ലവറും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കുറേ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്പീഡായി കാണിച്ചതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ ആറാൻ വെച്ചിരുന്ന സാധനം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാത്രം തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുക. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ബേബി കോൺ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് ഉപ്പും കുരുമുളകും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് ഓയിലിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഓയിലോട്ട് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു അത്യാവശ്യം ഒരു ബ്രൗൺ കളർ, ഒരുപാട് വേണ്ട, ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇത് കണ്ടോ, ഈ ആലോവേരയിൽ നിന്നും ഈ ഒരു റെഡ് കളർ ഇങ്ങനെ പശ വരുന്നത്, അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കോണിലോട്ട് വരാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ സംഭവമാണ് ഇത്. നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടി ചൂടുണ്ട്. ഞാൻ ആറിയതിന് ശേഷമാണ് മിക്സിയിലിട്ടത്. അപ്പോൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്താണ്. നല്ല അടിപൊളി കളറാണ്. നിങ്ങൾക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ സോസും അതിൻ്റെ പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബേബി കോണും കൂടി ഇട്ട് കൊടുക്കാം. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ജസ്റ്റ് കഴിച്ച് വന്നിട്ടേ ഉള്ളൂ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇനി നിങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോർമൽ കോൺ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ കഴിക്കുന്നത് സൂപ്പർ. എങ്ങനെയുണ്ട്? കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ അലോവേര ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാനൊക്കെ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ്. താറാവിൻ്റെ മുട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ജെല്ലുണ്ടാക്കാനുള്ള പണിയിലാണ് ഞാൻ. പിന്നെ കുറച്ച് അത്യാവശ്യം അത്യാവശ്യം പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ മിക്കവാറും ഞാൻ നാളേറ്റായിരിക്കും നമ്മുടെ ചാനലിൽ ഇടാം. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കാം. ഞാൻ ഇതിങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ എന്ത് സംഭവിച്ചെന്നാണോ, എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിലോട്ട് ജെല്ല് മൊത്തമായിട്ട് വീണ് ആകെ കോളായി. പിന്നെ ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മൊബൈൽ കവർ മൊത്തം ഇതായി, നമ്മുടെ ജെല്ലിയായി. അത് കഴിഞ്ഞ് എൻ്റെ മോന് ഫുഡ് കൊടുക്കുകയാണ്. ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കയും റെനക്കുട്ടിയും ഹയാനും വന്നിട്ടുണ്ട്. അവർ അവിടെ ആയിരുന്നു. അപ്പോൾ അവരുടെ ക്ലാസ് കഴിഞ്ഞിട്ട്, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. ഇനി അവർക്ക് ഫുഡ് കൊടുക്കലാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ ചുച്ചുക്കുട്ടി മെല്ലെ പോകുന്നുണ്ട് വേഗം. കുട്ടികൾ ഹാളിൽ പോയിട്ട് TV കാണാൻ തുടങ്ങി. TV കണ്ടിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഞാൻ പോയിട്ട് വഴക്ക് പറഞ്ഞിട്ട് വരായിരുന്നു. ടേബിളിൽ വരാണ്ട് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റുന്നില്ല. ഓരോരുത്തരെ കഴിഞ്ഞിട്ട് അവസാനം പിന്നെ ഞാനും ഇന്ന് ഇത്തിരി ലേറ്റായി. ഇത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നോർമലി 1 മണിക്കൊക്കെ ഞാൻ കഴിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോന് ഇനി ഈവനിങ്ങിന് സ്നാക്കായിട്ട് പഴമാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്ന് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.